ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു നോമ്പുതുറ വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും നോമ്പൊക്കെ എങ്ങനെയുണ്ട്? ഉഷാറായിട്ട് പോകണില്ലേ? എത്ര പെട്ടെന്ന് നോമ്പ് പോയതിൽ ഫസ്റ്റ് നോമ്പ് തുടങ്ങുമ്പോൾ വിചാരിച്ച് നോമ്പ് ഒന്നായി ഇനി 30 ആവണ്ടേന്ന്. അപ്പോൾ എത്ര പെട്ടെന്നാണ് പോണേ. അപ്പോൾ എല്ലാവർക്കും നോമ്പ് എങ്ങനെയുണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പം നമ്മളിന്ന് നോമ്പറക്കാൻ വേണ്ടി പോണത് ഷൈംഖാൻ്റെ ഉമ്മാൻ്റെ താത്താൻ്റെ വീട്ടിലേക്കാണ്, താത്തിയുടെ വീട്ടിലേക്കാണ് നമ്മൾ നോമ്പറക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ സ്വാഭാവികമായും നമ്മൾ അടുക്കളയിലേക്കാണ് പോയത്. എന്തൊക്കെയാണ് താത്തി ഉണ്ടാക്കി വെച്ചിരിക്കണതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉള്ളിബജി ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെ മുഷീദ് അവിടെ സമൂസൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. മസാലയൊക്കെ താത്തി സെറ്റാക്കി വെച്ചു കൊടുത്തു. അപ്പോൾ ആ ഫില്ലിങ്ങൊക്കെ അവളാണ് ബാക്കിയൊക്കെ ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജക്കാത്ത് പൈസ കൊടുക്കലും മാക്സി വിതരണം ചെയ്യലും അങ്ങനത്തെ കുറേ കലാപരിപാടികളൊക്കെ അതിനിടയിൽ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അടുക്കളയ്ക്ക് പോയേക്കുമ്പോൾ വലിയൊരു പേരക്ക, അതൊരെണ്ണം മുറിച്ചാൽ തന്നെ അത്യാവശ്യം ഉണ്ടായിരിക്കും. പിന്നെന്താ, റോബസ്റ്റ് ഉണ്ട്, പിന്നെ വേറെയും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അയ്യുമ്മ ഇതവിടെ സമൂസൊക്കെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചൂടായിട്ട് ആ ഒരു സമയത്ത് പൊരിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് നെയ്ച്ചോറ് വെക്കുന്നുണ്ട് താത്തി, പിന്നെ കപ്സ വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതെല്ലാം പ്രിപ്പറേഷൻസൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ ചൂടോട് കൂടിയിട്ട് ആ ഒരു സമയത്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് താത്തിയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട് നോമ്പ് തുറക്കാനായിട്ട്. കുറച്ച് കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും ആൾക്കാരുണ്ടായിരുന്നില്ല, ഇപ്രാവശ്യം ഒന്നും കൂടി ആൾക്കാരൊക്കെ ഉണ്ട്. ഉമ്മാൻ്റെ വേറൊരു താത്തിയും അതിൻ്റെ മകളും അതിൻ്റെ മകളും പേരക്കുട്ടികളും ഒക്കെ ആയിട്ട് എല്ലാവരും ഉണ്ട് കേട്ടോ. ഈ സാത്തുകൂടി തമിഴന്മാർ പറയും ഈ സാധനം മനസ്സിലാക്കി. ഇപ്പം നിങ്ങളവിടെ കേട്ട ചർച്ച വേറെ ഒന്നുമല്ല, മുസമ്പിയും സിട്രസും കൂടിയിട്ടുള്ളൊരു വേർതിരിവാണ്. എല്ലാവരും സിട്രസിനെ മുസമ്പിന്നും മുസമ്പീനെ സിട്രസും എന്നാണ് പറയാത്തത്. അപ്പോൾ ഏതാണ് സിട്രസെന്നും ഏതാണ് മുസമ്പിന്നും സാലു ഞങ്ങൾക്ക് വേർതിരിച്ച് പറഞ്ഞു തന്നാണ് കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾ അവിടെ കണ്ടത്. പിന്നെ നമ്മൾ ചക്കരമത്തയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ചക്കരമത്തയുടെ തൊണ്ട് കവറിലാക്കുന്ന തിരക്കിലാണ് അയ്യുമ്മു കോഴിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. കോഴി നല്ല അടിപൊളിയായിട്ട് ചക്കരമത്തയുടെ തൊണ്ട് കഴിക്കൂത്രേ. അപ്പോൾ എൻ്റെ കോഴിക്കുള്ള തൊണ്ട് ഞാൻ കൊണ്ടുവരട്ടെ എന്നിട്ട് അയ്യും അതൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളപ്പോഴത്തേനും ഫ്രൂട്ട്സ്, ചക്കരമത്ത, പിന്നെ സിട്രസ്, മുസമ്പി ജ്യൂസ് അടിക്കാൻ മതിയെന്ന് സാലു പറഞ്ഞപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചു. പേരക്ക, ആപ്പിള് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വേർതിരിച്ച് കണ്ട മുസമ്പി. മറ്റേത് ഓറഞ്ച് തൊലിയുള്ളത് സിട്രസ്. അപ്പോൾ അവൻ പറഞ്ഞപ്പോഴാണ് നമുക്കത് കറക്റ്റായത്. നമ്മളെല്ലാത്തിനും മുസമ്പി എന്നാണ് പറയുക. ഞാനങ്ങനെ പറയാം, നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറയും കേട്ടോ. പിന്നെ നമ്മൾ കപ്സൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിന് മസാലയൊക്കെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അരിയൊക്കെ താത്തിയുടെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. താത്തിയുടെ കപ്സ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നോമ്പ് തുറക്ക് പോയപ്പോഴും താത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ കൂടെയുള്ള ആ ടൊമാറ്റോയുടെ ചട്നിയില്ലേ, അതും കൂടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇപ്രാവശ്യം നോമ്പ് തുറക്ക് പോകുമ്പോൾ താത്തിയുടെ കപ്സ കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പോയത്. അതുപോലെ തന്നെ നോമ്പ് തുറന്നിട്ട് ഞാൻ കപ്സ തന്നെയാണ് കഴിച്ചത് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ച വിഭവങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഉള്ളി ബജി ഉണ്ട്, പിന്നെ ചിക്കൻ കറിയുണ്ട്, പിന്നെ എന്താണ്ടായിരുന്നു, പിന്നെ സമൂസ പൊരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ താത്തി വേറെ സ്പെഷ്യൽ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പത്തിരി ഉണ്ട്. പത്തിരിക്ക് നല്ല ബീഫ് കുറുമയാണ് ഉണ്ടായിരുന്നത്. അതതിൻ്റെ ഇടയിലായത് എനിക്ക് പൊന്തിക്കാൻ പറ്റിയില്ല ഗൈസ്. പിന്നെ മുന്തിരി ജ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ മാംഗോയുടെ ഷെയ്ക്ക് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ നോർമൽ നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു, പിന്നെന്താ, പിന്നെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാതും നമ്മളിങ്ങനെ ചെറിയ പ്ലേറ്റുകളിലാക്കിയിട്ട്, അപ്പോൾ എല്ലാവർക്കും ഒരു 4-5 എണ്ണമൊക്കെ ടേബിൾ വെച്ച് എല്ലാവർക്കും സുഖമായിട്ട് എടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ചെറിയ പാത്രങ്ങളിലാക്കിയിട്ട് താത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് താത്തിയുടെ സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറഞ്ഞത്. ഞങ്ങൾ ചട്ടിപ്പത്തിരി എന്ന് തോന്നുന്നു, ചട്ടിപ്പത്തിരി തന്നെ പറഞ്ഞത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ്റെ ഫില്ലിങ്ങൊക്കെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ മുഷി അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് മതി, ഇനി എടുക്കണ്ട, ഞാൻ കട്ട് ചെയ്തിട്ട് വരാമെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അതിന് നമ്മളെല്ലാം സെറ്റാക്കി ജ്യൂസും നാരങ്ങ വെള്ളവും മുന്തിരി ജ്യൂസും ഷെയ്ക്കും, പിന്നെ കടലയുടെ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കടല ഇങ്ങനെ കുറച്ച് മസാല ടൈപ്പായിട്ട് ഇങ്ങനെ മല്ലിച്ചപ്പും സവാളയും പിന്നെ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കഴിക്കാൻ പറ്റുന്നൊരു ലെവലിൽ അതുണ്ടായിരുന്നു. ഈ കാണിക്കാൻ വിട്ടുപോയതാണ്.
അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ച് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ കാണുമ്പോൾ ചില ആൾക്കാർ ഓടുന്നുണ്ട്, ചില ആൾക്കാർക്ക് നോ പ്രോബ്ലം എന്നൊക്കെ. അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കി ഇനി നമുക്ക് നോമ്പ് തുറക്കാനായിട്ട് നോക്കാം. നല്ല അടിപൊളി മാംഗോ ഷേക്ക് ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. താത്തി അവിടെ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങ വെച്ചിട്ടുണ്ടാക്കിയതാണ്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നീത്തപ്പഴവും വിഭവങ്ങളും എല്ലാം ആയിട്ട് നമ്മൾ ടേബിൾ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ബാങ്ക് കൊടുക്കുക, നോമ്പ് തുറക്കുക, അത്ര പണിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പണികൾക്ക് തകൃതിയായിട്ട് അടുക്കളയിൽ ഭയങ്കര തിരക്കാണ്. അപ്പോൾ കുഞ്ഞു ടേബിളിലും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ മൂത്താപ്പയും ചെറുപ്പിയും എല്ലാവരും ഇവിടെ ഇരിക്കാം. പിന്നെ കുട്ടികളൊക്കെ ഉണ്ട്, കുട്ടികളൊക്കെ ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയുണ്ട്. എന്തെങ്കിലും കഴിക്കാൻ പറയുമ്പോൾ മുഷിയുടെ മോള് പറയും ബാങ്ക് കൊടുക്കട്ടെ, ബാങ്ക് കൊടുത്തിട്ട് കഴിക്കാമെന്ന്. അപ്പോൾ അത്രയ്ക്കും ഡീസൻ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇച്ചു അത് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നോമ്പ് തുറന്നതിന് ശേഷം നമ്മുടെ നിസ്കാരം കഴിഞ്ഞപ്പോൾ കുട്ടിപ്പട്ടാളത്തിന് കുറച്ച് നിസ്കരിക്കണം. അപ്പോൾ അവരൊക്കെ അങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓരോന്നും അത്യാവശ്യം അങ്ങനെ നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ മെയിൻ ഫുഡിലേക്ക് കടന്നു. ബീഫ് കുറുമ ഉണ്ടായിരുന്നു, പത്തിരി ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ചിക്കൻ കപ്സ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. റെസിപ്പിയൊക്കെ താത്തി പറഞ്ഞുതരും, പിന്നെയും മറക്കും, അങ്ങനെയാണ്. പിന്നെ നമ്മളെ കടലയുടെ ആ ഒരു മസാല അല്ല, അത് ഉണ്ടായിരുന്നു. പിന്നെ ചപ്പാത്തി, പിന്നെ കപ്സയിലേക്കുള്ള ചട്നി, ചിക്കൻ്റെ കറി ഉണ്ടായിരുന്നു, പിന്നെ ഫ്രൂട്ട്സ്, അങ്ങനത്തെ സംഭവങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. ഇത്രയൊക്കെയാണ് നമുക്ക് നോമ്പ് തുറക്കാനായിട്ട് ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ കപ്സ തന്നെയാണ് എടുത്ത് കഴിച്ചത്, അത്രയ്ക്കും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാവരും പോകാനുള്ള തിരക്കായി, ഓരോരുത്തർക്കും സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളവരല്ലേ. അപ്പോൾ അങ്ങനെ എല്ലാവരും യാത്രയാവുകയാണ്. അങ്ങനെ ഞങ്ങളും യാത്രയാവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ താത്തിയുടെ വീട്ടിലത്തെ നോമ്പ് തുറ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്കും നോമ്പ് എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.